നമസ്കാരം. കച്ചവടത്തിനാച്ചാ ഇവിടുന്ന് ആവശ്യമില്ലട്ടാ. വേണ്ട സുഹൃത്തെ, ഞാൻ വന്ന സ്ഥിതിക്ക് ഒരു ഉൽപ്പന്നം നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് നിങ്ങളുടെ ജീവിതം തന്നെ ആകെ മാറ്റിമറിക്കും. അതെ, സംസാരിച്ചിക്കാൻ സമയമില്ല, കട തുറക്കാൻ സമയമായി, അതുകൊണ്ടാ. വേണ്ട, ഇവിടുത്തെ ചേച്ചിമാർക്ക് പരിചയപ്പെടുത്താലോ? അതെന്താ ഇവിടുത്തെ ചേട്ടന്മാർക്ക് പരിചയപ്പെടുത്താൻ പുളിക്കോ? അല്ല, നിങ്ങൾക്ക് സമയമില്ലെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് മാത്രം. ഇതെന്താ സംഗതി, എന്താ കച്ചവടം? അമ്മേ ഭൂമിദേവി കാത്തിരക്ഷിക്കണേ, മഹാമായേ എല്ലാ ശുഭായിട്ടെത്തണേ. ഭൂമിദേവി പുഷ്പിണിയായി. എന്തൊരു സാധനം? മണ്ണാണ് സാർ. മണ്ണ്? അതെ സാർ, ഇത് സാധാരണ ഒരു മണ്ണല്ല. മണ്ണിലാണ് നമ്മൾ ജനിക്കുന്നത്, മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്, മണ്ണിലേക്കാണ് നമ്മൾ മടങ്ങുന്നത്. ഈ മണ്ണല്ല നമ്മൾ വാരി തിന്നണേ. ഇത് തിന്നാനുള്ള മണ്ണല്ല, വളരെ വ്യത്യസ്തമാണ്. 7 ഭൂഖണ്ഡങ്ങളിൽ നിന്നും ശേഖരിച്ച പ്രത്യേകതരം മണ്ണാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ചൈനയിലെ ബീജിംഗ്, ഇന്തോനേഷ്യയിലെ സക്കാത്ത, ആസ്ട്രേലിയയിലെ കസാനിയ, ഒമാനിലെ സലാല, ആഫ്രിക്കയിലെ അങ്കോള എന്ന് തുടങ്ങി അമേരിക്കയിലെ വാഷിംഗ്ടണിൽ നിന്നും ശേഖരിച്ച പലവിധ ധാതുക്കളടങ്ങിയ മണ്ണിന്റെ മിശ്രിതമാണിത്. ഞങ്ങക്ക് പരിചയമില്ലാത്ത സ്ഥലട്ടാ ഈ മണ്ണ്. ഞങ്ങക്ക് വേണ്ട. ഒന്നാമത്തത് കൃഷി ഓഫീസല്ലോ മണ്ണ് പരിശോധിക്കാനായിട്ട്. സാറുമാരെ, ഈ മണ്ണിൽ നിന്നും ഒരു ടീസ്പൂൺ എടുത്ത് നാളികേരപ്പാലിൽ ചേർത്ത് മുഖത്ത് രാത്രി കിടക്കാൻ നേരത്തുനിന്ന് പുരട്ടി നോക്കൂ. അപ്പോഴോ പ്രകൃതിയുടെ യഥാർത്ഥ സൗന്ദര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നാച്ചുറൽ സൗന്ദര്യം ലഭിക്കാനുള്ള യഥാർത്ഥ പോംവഴിയാണ് സാറേ ഇത്. അതെ, ഒന്ന് പോവാൻ മാഷ, ഞങ്ങൾക്ക് പോവാൻ സമയം. എന്താടി? അതുകൊണ്ടാണ് പറഞ്ഞത് വേണ്ടെന്ന്. മേടിക്കണം സാർ. സാറേ, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത പ്രകൃതിയുടെ വരദാനമാണിത്. അല്ല, നമ്മള് പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എന്തുട്ടത്? ഇത് വെള്ളം. ലോകത്തിലെ 7 നദികളിൽ നിന്നും ഊറ്റിയെടുത്ത വെള്ളം. ആഫ്രിക്കയിലെ നൈൽ. മതി മതി മതി, എല്ലാം മനസ്സിലായിട്ടാ. ഈ ഭാരതപ്പുഴയിലെ വെള്ളം കിട്ടിയില്ലേ? അത് തീർച്ചയായിട്ടും കിട്ടില്ലല്ലോ സാർ. കാരണം ഭാരതപ്പുഴ ഇപ്പോ നാഷണൽ ഹൈവേ ആക്കാൻ പോവാണല്ലോ. അപ്പൊ റെയിൽവേ സ്റ്റേഷൻ അല്ലല്ലേ? അല്ല, അപ്പൊ ഈ വെള്ളം പുരുഷന്മാർക്ക് നാളികേര വെള്ളത്തിന് പകരം ഈ നദികളിലെ വെള്ളം മിക്സ് ചെയ്താണ് മുഖത്ത് പുരട്ടേണ്ടത്. അപ്പൊ മാഷ് പറച്ചിൽ കഴിഞ്ഞില്ലേ? ഇനി മാഷ് പൊക്കോ. അതെ, ഞാൻ പോയിക്കോളാം. പക്ഷേ ഈ ഉൽപ്പന്നം ഒരു കടയിലും കിട്ടില്ല. ഹിമാലയത്തിലൊരു മഹർഷിക്ക് ജ്ഞാനദൃഷ്ടിയിൽ നിന്നും കിട്ടിയ സംഗതിയാണ്. സൗന്ദര്യം നിങ്ങളെ തേടി വരും. എന്തുട്ട പ്രാഞ്ചി എനക്ക് പ്രാന്തണ്ടാ? നീ എന്തിനാ വില അറിയണേ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് വേണം. സെബിച്ചന്റെ പാർക്കലിന് പോകുമ്പോഴത്തേന് ഞങ്ങൾ അവിടെ എത്ര സിനിമ നടിമാര് വേണ്ട സ്ഥലം അസലേ. വില പറ, വില പറ. ആലിസേ, എന്തുട്ടത്? എന്താന്ന് മനസ്സിലായില്ലേ? അന്ന് അയാൾ കൊണ്ടു തന്നില്ല ആയുർവേദ മണ്ണ് സൗന്ദര്യം കൂട്ടാനായിട്ട്. അതെനിക്ക് മനസ്സിലായി. ഈ മണ്ണിൽ നീ എന്തുട്ട കാട്ടണേന്ന് ചോദിച്ചേ. ഇതങ്ങനെ എന്നെ മുഖത്തോട്ട് വാരി പൊത്താൻ പറ്റൂല. തേങ്ങാപ്പാലൊഴിച്ച് കുഴച്ചിട്ട് വേണം മുഖത്ത് തേച്ച് പിടിപ്പിക്കാൻ. എന്റെ മുഖത്ത് എന്താണ് എന്റെ മുഖത്തിനൊരു കുഴപ്പം? എനിക്ക് കുറച്ച് സൗന്ദര്യം ഉണ്ടായി നിങ്ങക്ക് സഹിക്കൂലല്ലേ? എടി ആലിസ്, അയാൾ എന്താ പറഞ്ഞത്? 7 വൻകരയിലെ മണ്ണില് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മുഖത്ത് തേച്ച സൗന്ദര്യം വരുന്ന എനിക്ക് തോന്നണ്ടാ? നിങ്ങളെ പോലെ ജന്മനാ സൗന്ദര്യം ഇല്ലാത്തവർക്ക് കിട്ടൂല. എന്നെ പോലുള്ളവർക്കൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് വെറുതെ മുഖത്ത് വാരി തേച്ചിട്ട് പോലെ വട്ടച്ചോറി ഉണ്ടാവൂട്ടാ. പിന്നെ വട്ടച്ചോറി ഒന്ന് പോയിക്കണ്ടേ കുരുവേട്ടാ? ഇതേ ശുദ്ധമായിട്ടുള്ള മണ്ണാണ്, അല്ലാതെ കെമിക്കലൊന്നും ചേർത്തേക്കണതല്ല. എന്തുട്ടായാലും ഞാൻ പറയണു, നീ തേക്കണ്ട. എനിക്കിപ്പൊ മനസ്സിലായിട്ടാ നിങ്ങൾക്കുടെ മാനസികാവസ്ഥ. ഞാനെങ്ങാനും ഇത് തേച്ച് എന്റെ സൗന്ദര്യം ഇരട്ടിയായ ആൾക്കാർ ചോദിക്കുമല്ല, എന്റെ ദൈവമേ, ഈ മരങ്ങോടനാണ് ഈ സുന്ദരി കൊച്ചിന്റെ ഭർത്താവെന്ന്. ഇയാളെന്താണ് ഇങ്ങനെ ഒരു ചേർച്ചയില്ലാത്തതെന്ന്. അത് നിങ്ങൾക്ക് സഹിക്കൂല, അതല്ല കാര്യം. എടി, ദൈവം നിനക്ക് തിരക്കടില്ലാത്തൊരു മുഖം തന്നിട്ടില്ലേ? അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുകയാണ് വേണ്ടത്, അല്ലാതെ ഈ കുരുവേട്ടനൊന്ന് നിർത്തിക്കണ്ടേ? നമ്മ എന്തിനാണ് ചുമരും ഇടക്കിടക്ക് പെയിന്റ് അടിക്കണത്? എന്തിനാണ് ഈ ഓട്ടുപാത്രങ്ങൾ തേച്ച് മിനിക്ക് വെക്കണത്? അതുപോലെ എല്ലാ കാര്യങ്ങളും തൂത്ത് മിനിക്ക് വെച്ചേക്കണം, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്കുടെ സൗന്ദര്യം. അത് തന്നെയുമല്ല,
സിനിമാ നടികളൊക്കെ വന്ന ഫംഗ്ഷനാണ്, ഇഷ്ടം പോലെ ക്യാമറയും ഉണ്ടാവും. അതിന്റെ ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഞാൻ ഇതൊക്കെ തേച്ച് എന്റെ സൗന്ദര്യം ഇരട്ടിപ്പിക്കാൻ പോണേന്ന്. ദയവ് ഇത് അതിന്റെ ഇടയിൽ കയറി എന്റെ കൂടെ പോസ് ചെയ്യാൻ നിന്നേക്കരുത് ഫോട്ടോയ്ക്ക്. എനിക്ക് നാണക്കേടാണ്. ഓ, നീ കേറ്റ് വിൻസ്ലേറ്റ് അല്ലേ? നിങ്ങൾ നോക്കിക്കോ കുരുവേട്ടാ, മഴക്കാറ് മാറിയിട്ട് കാണുന്ന ഉദയസൂര്യനുണ്ടല്ലോ, അതുപോലെ ഉണ്ടാവും ഈ ആലീസിന്റെ മുഖം. എന്റെ കർത്താവേ, ഗ്രഹണം ബാധിച്ച സൂര്യനെ പോലെ ആയിട്ട് നോക്കണവരുടെ കണ്ണ് പൊട്ടാതിരുന്നാ മതിയായിരുന്നു. ഇവനിപ്പോ എന്താ തൃഷ്ണം? പ്രാഞ്ചിയെ, എന്താട്ടാ ഇവിടെ? പ്രാഞ്ചി എന്താ വിടക്കണേ? ആയുസിന്റെ ബലം കൊണ്ട് നിക്കാനെ. ആയുസിന്റെ ബലം കൊണ്ടാ? നീ എന്താ ഈ വീസറായിട്ട് ഇവിടെ വന്നിക്കണേന്ന്? അല്ലാണ്ട് ഇപ്പൊ നമുക്ക് ഫാൻ കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റും. എന്നാലും ഈ പതിവില്ലാണ്ട് ഈ വീസറൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ? എടാ, നമുക്ക് എബിസിന്റെ കുറ്റൂസക്ക് പോണ്ടേ? പോണം. അത് നീ എന്താ അങ്ങോട്ട് നോക്കി പറയണ? ഇങ്ങോട്ട് നോക്കി പറയടാ. എങ്ങടെങ്കിലും ഒന്ന് തിരിഞ്ഞു നിക്കണ്ട മനുഷ്യന്മാർക്ക്. മുഖത്ത് നോക്കിട്ടാ ആൾക്കാര് സംസാരിക്കാം. അപ്പൊ അതല്ലേ പറഞ്ഞു. ഇതെന്തുട്ടത്? ഞാനാ മണ്ണ് തിരിച്ചാ എന്താ തേച്ച കുഴപ്പം? പ്രാദേശികാളെന്തുട്ടാ എല്ലാ ആൾക്കാരും ചെയ്യണേപ്പോ. നമ്മുടെ മുഖത്തുള്ള കംപ്ലീറ്റ് കല കുത്തുപാട് കംപ്ലീറ്റ് മാഞ്ഞിട്ട് സ്മൂത്ത് മുഖാവും. എടാ, വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടാവും. സൈഡ് എഫക്ട് ഇല്ലാണ്ടിരിക്കാൻ ആദ്യം ഇത്തിരി മണ്ണെടുത്ത് നമ്മുടെ കൈമങ്ങനെ തേക്കുക. എന്നിട്ട് കുഴപ്പമില്ലാന്ന് എന്റെ മുഖത്ത് വെച്ചാൽ മതി. എടാ, കയ്യിന്റെ പോലെയല്ല മുഖം സ്മൂത്താണ്. കരിവാളിച്ച പിന്നെ ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. എന്തൂട്ട് കരിവാളിക്കുന്നത്? ഇത് ആയുർവേദമാണ് സാധനം. നല്ല ശുദ്ധമായിട്ടുള്ള മണ്ണ്, പിന്നെ 7 പുഴയിലത്തേട്ട വെള്ളം ഉണ്ടെങ്കില്. ആയുർവേദല്ലേ സാധനം. പ്രകൃതി. ഈ പെണ്ണുങ്ങളുടെ വാക്ക് കേട്ട് ഇതൊക്കെ എടുത്ത് തേക്കാൻ നാണല്ലേടാ എനക്ക്? ഈ കഴുത എന്ത് കാട്ടുപോത്തത്? ആശയനേ കുശുമ് ഞാൻ തയ്ക്കും. ഞങ്ങള് ഞാൻ കുരിവിടാൻ തരാം. ഇങ്ങോട്ട് ഇതങ്ങടെ എന്താണ് ഇപ്പൊ ഇവിടെ അങ്ങടെ അകത്തേക്ക് വാ. ഞാൻ ആയുർവേദ കട വരെ ഒന്ന് പോവാ. കാലിന്റെ മുട്ടിൽ ഭയങ്കര വേദന. ഇതൊന്ന് ആലീസിന് കൊടുത്ത. ഇതെന്തുട്ടത്? ഇത് കുറച്ച് ഉണക്കമാന്തള കുന്നുകുളന്ന് വാങ്ങിയതാ. നീ എന്തുട്ടാ ആലോചിക്കണേ? എന്താന്ന് പറ. എന്തടാ? ഞാൻ നിനക്ക് ഉണക്കമേ ഇഷ്ടമില്ലെങ്കിൽ തിന്നണ്ട. നീ എന്തിനും കാര്യനെ കാര്യം പറയണ? നീ എളുപ്പം പ്രാഞ്ചി പ്രാഞ്ചിയുടെ മുഖത്ത് തീ പൊള്ളി. എന്റെ കർത്താവേ, എന്നിട്ട് നീ ആശുപത്രി കാണിച്ചില്ലേ? അവൻ ഇങ്ങോട്ട് വരണില്ല. പച്ചമരുന്ന് പൊട്ടിട്ട് വേദന സഹിക്കാൻ പറ്റാണ്ട തൊടി കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണപ്പാ. ഞാൻ എന്ത് കേക്കണ കർത്താവേ? അവ എവിടെയാ? അവൻ പെരട പിന്നിലുണ്ടാവൻ. കുന്നംകുളത്തങ്ങാടി പവേർഡ് ബൈ കല്യാൺ സിൽക്സ് ആൻഡ് MS Gold. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ട്രൈ ചെയ്യും. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ് മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. Gear up with Amana Toyota Summer Fest. അത്യാധുനിക ഫീച്ചേഴ്സോടുകൂടി ടൊയോട്ടയെ ആസ്വദിക്കൂ. പുതുമയുള്ള ഓഫറുകളുമായി അമാന ടൊയോട്ട സമ്മർ ഫെസ്റ്റ് നിങ്ങൾക്കായി. Get ready for a summer drive with Amana Toyota. Dial up 1800-300-00777. ചൂടിന് ചൂട്, തണുപ്പിന് തണുപ്പ്. Nolta.
വാക്യൂം ഫ്ലാസ്കുകൾ. വീട് വീടാകാൻ നോൾട്ട, വീട് വീടാന്തരം നോൾട്ട. നോൾട്ട, വെക്കാനും വിളമ്പാനും. LLH Hospital, a paradigm of excellence in healthcare. 24-hour emergency services with advanced technology and superior skills to provide you the healing touch. LLH Hospital, Abu Dhabi. പ്രചോദനമേകുന്ന ആഭരണം ഭീമ ബുട്ടീക്കിൽ മാത്രം. ഭീമ ബുട്ടീക്ക്, 3rd floor, ഭീമ, ട്രിവാൻഡ്രം. Dumbro presents a wide range of furniture manufactured at Dumbro factories. For more information, visit www.dumbroindia.com. Dumbro, South Asia's largest furniture manufacturer. വെൽവർത്തിന്റെ മിറർ ഫിനിഷ് ടെക്നോളജി ഉണ്ടെങ്കിൽ പൈപ്പിനകം കണ്ണാടി പോലെ സ്മൂത്ത് ആവും. തെന്നി പറന്ന് പോണോണ്ട് വെള്ളത്തിനൊക്കെ എന്തുട്ടാ ഫോഴ്സ്, കറണ്ട് ബില്ല്. വെൽവർ പൈപ്പ് വിത്ത് മിറർ ഫിനിഷ് ടെക്നോളജി. സംഭവം സ്മൂത്ത് ആണ്ടാ. സ്കോട്ട് TMT സ്റ്റീൽ ബാർസ്, ഉരുക്കിൻ കരുത്തിൽ പുതിയൊരു ലോകം. സുഗന്ധം പൂശിയതാരോ അയ്യോ ഇതാ വരുന്ന അടുത്ത് കുറിച്ചിട്ടോ. ഭർത്താവേ നിന്റെ മോൻ ഇങ്ങോട്ട് തിരിച്ചേരാ. ഇളയപ്പനൊന്ന് കാണട്ടെ. ഇളയപ്പന് മോഹൻ കാണിക്കാൻ ഇളയപ്പൻ രാജാവൊന്നല്ലോ. നീ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞേരാ. എന്റെ മാതാവേ, എന്തേ നീ വല്ല അടുപ്പിലും പോയി തലയിട്ട് എങ്ങനെ പൊള്ളിക്കാൻ? ഇളയപ്പൻ എന്തുട്ടാ പറഞ്ഞേ? കർത്താവ്, എനിക്ക് സഹിക്കാൻ പറ്റണില്ലല്ലോ. നീ ഇങ്ങോട്ട് നാടൻ മരുന്നുണ്ട്, നീ വന്നേ. നാടൻ മരുന്നായ കാരണം മോത്തന്നെ തേച്ചേ. പെട്ടെന്ന് ശരിയാവുള്ള ഒരു ഓയിൽമെന്റ് ഉണ്ട്, നീ വായോ. പെട്ടെന്ന് ശരിയായത് പഴയ മുഖാവൂലേ? പഴയ മുഖാവണ്ടേ? ഈ കൊലത്തിൽ നടക്കാനോ നിന്റെ പ്ലാൻ? സെബിച്ചന്റെ കുറ്റൂസിക്ക് പോകാനുള്ള ഒരു സൂത്രപ്പണി അത്രയുള്ളോ? ഇവനെ ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക എന്റെ മാതാവേ. എന്റെ കർത്താവേ, എന്തെങ്ങനെ രണ്ടാളുടെ മുഖത്ത് ഇങ്ങനെ? ഇളയപ്പോ അതങ്ങനെ സംഭവിച്ചു പോയി. എങ്ങനെയാണ് സംഭവിച്ചേ? നീ പടിയിൽ അവിടെ വെച്ച് എന്താ പറഞ്ഞേ? ഇളയപ്പന് തെന്തറിഞ്ഞിട്ട് ബഹളം വെക്കണേ. ഇവന്റെ മുഖത്ത് തീ പൊള്ളിന്ന് അറിഞ്ഞിട്ടാ ഞാൻ ഓടിക്കളിച്ചു വന്നേ. അനിയനും ഭാര്യയ്ക്ക് എങ്ങനെ പറ്റിയെന്ന് പറഞ്ഞിട്ട് നീ ചിരിക്കണ്ട. നീ മുഖത്ത് വേടിയാണോ പെരപ്പിക്കോ? എന്നാണ് ചായ? എന്താണ് കാണിക്കണത്? അതേ നേരെ വേണ്ടാട്ടാ. നമ്മള് ചെല്ലുമ്പോഴേക്കും കുറ്റൂസ് കഴിയും. അപ്പൊ നീയല്ലേ ചായ ചോദിച്ചത്? കുട്ടികളൊക്കെ എണിച്ചാ? അവരെ എപ്പെങ്ങാനും ട്യൂഷന് പോയി. മാത്രമല്ല അവർക്ക് ക്ലാസ് പരീക്ഷകളാണ്. അപ്പൊ അതെന്താ അവറ്റകളെ കൊണ്ടുപോലേ? പിന്നെ ഈ ഇട ദിവസം കുറ്റൂഷൻ കല്യാണമൊക്കെ വെച്ച പിള്ളേരെങ്ങനെ വരാനാണ്? സാരില്ല. ഇനിയിപ്പൊ തിരിച്ചു വരുമ്പോ അവറ്റേക്ക് വല്ല സാൻഡ്വിച്ചോ ബർഗറോ എന്തെങ്കിലും ഹോട്ടലിൽ നിന്ന് മേടിച്ചു കൊടുക്കാം. സൂസറോ? അവള് കുളിക്കാൻ കേറി. എന്നാ നന്നായി. ഇപ്പൊ ടാങ്കിലെ വെള്ളം മുഴുവൻ തരും. 1.5 മണിക്കൂർ അവളുടെ കുളി. പിന്നെ നിന്നെ പോലെ കേറിയോടെ നിങ്ങടെ ഇറങ്ങണ ആരാണ്? നിങ്ങളെന്തെങ്കിലും വിചാരിച്ചു ഞാൻ കുറച്ചേരം അതിന്റെ ഉള്ളിൽ വെറുതെ ഇരിക്കാറുണ്ട്. കുരുവേട്ടാ, ഇതെത്ര നേരം ഇരിക്കണ പോണ്ടേ? കുരുവേട്ടാ, ഇതെന്തിരിക്കണിരിക്കോ? കുരുവേട്ടാ, അലിസച്ചി ഇതെങ്ങനെ ഇട്ടാ മതിയോ? ഇതെങ്ങനെയുണ്ട്? സാരി കുഴപ്പമില്ല, പക്ഷെ ഓർണമെന്റ്സ് ഇച്ചിരി കൂടുതലാണ് സൂസേ. അത് അത്രയൊക്കെ വേണം. നമ്മൾ പെരത്താമസത്തിന് പോണല്ലേ. എന്താ ചെയ്യണൂടെ? അല്ല, നേരെ വെളുത്തിട്ട് കുരുവേട്ടനെ കണ്ടിട്ടില്ലല്ലോ. അതെവിടെ? കിടക്കേന്ന് എന്നിട്ട് പോണ കണ്ടത്. ഇപ്പൊ ഇതിനകത്ത് കയറി ഇരിപ്പണ്ടി കുരുവേട്ടൻ. ഇതിന്റെ ഉള്ള ഇത്ര നേരാ? എനിക്കറിയാൻ പാടില്ല എന്റെ പൊന്നു പ്രാഞ്ചി. കട്ടൻ ചായ കൂടി കുടിച്ചിട്ടില്ല മനുഷ്യൻ. അയ്യോ ഏട്ടങ്ങടേ, എന്താടാ ഇതെന്താ അതിന്റെ ഉള്ള പണി? ക്രിക്കറ്റ് കളി കണ്ടാ? നിങ്ങളെ ഡ്രസ് മാറിട്ട് പൊക്കോ, ഞാൻ വന്നോളാം. എന്തിനും നമുക്ക് ഒരുമിച്ച് പോന്ന്. ഇതെന്താ പിന്നെ അത്? കക്കൂസിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് മടുപ്പൊന്നും തോന്നല്ലേ? എത്ര താല്പര്യം ഉണ്ട് അതിന്റെ ഉള്ളിരിക്കാൻ?
എടാ ഇനി ഫയറിന് വല്ല സുഖമില്ലാതായിട്ടുണ്ടാവോ? ഇപ്പൊ കുടല് വരെ പുറത്തു വരേണ്ട സമയം കഴിഞ്ഞില്ലേ? ഒന്നും ഉണ്ടായിരുന്നേ കുരുവേട്ടാ. അതെ എബീസിന്റെ കുറ്റൂസ് കൂടണമെങ്കിൽ നിങ്ങൾ പൊക്കോ, എന്നെ കാത്തുന്ന കുറ്റൂസ്. എന്തിനെ നമുക്ക് ഒരുമിച്ച് പോയാൽ മതി. ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങണ്ട. ഈ വാതില് ഞാൻ ചവിട്ടി പൊളിക്കും കേട്ടോ. കുരുവേട്ട ഇങ്ങോട്ട് വന്നണ്ട നിങ്ങള്. ഇങ്ങോട്ട് ഇറങ്ങണ്ട കുരുവേട്ടാ. എന്തത് കല്യാണ പെണ്ണ? എടാ തൊടലടാ. അത് ശരി, മുഖത്ത് മണ്ണ് വെച്ചിട്ട് നിൽക്കല്ലേ ഞങ്ങളെ കളിയാക്കിട്ട്. അയ്യോ കർത്താവ് ഇതെന്തത്? കുരുവേട്ടാ. എടാ ഈ സൗന്ദര്യം വരെയുള്ള മരുന്നില്ലടാ, അത് നിങ്ങളെ ആരും അറിയണ്ട, ഞാൻ എടുത്ത് പുരട്ടിയതാടാ. അത് തേച്ചിട്ട് ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ടായില്ലല്ലോ. ഏട്ടങ്ങടി എന്തൊട്ട് മരുന്ന് എടുത്താ തേച്ചാ? നിങ്ങൾ തേച്ചന്റെ ബാക്കി അവിടെ കലക്കി വെച്ചിട്ടില്ല, അതെടുത്തിട്ട് വാ കാണിച്ചരാ. അതെ മനുഷ്യന് എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കണേന്നാവോ? എവിടെ കർത്താവ് ഇതാ തേച്ചേ? എന്തേ? ഞാനതാ ഡോറിന്റെ പുട്ടി അടക്കാൻ വേണ്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സാധനം ടർപ്പന്റെ ആ കളറിനാണല്ലോ ഈ പാത്രല്ലേ നീ അതെടുത്ത് തേച്ചത്. ഞാൻ വല്ല പറയൂട്ടെ ഞാനോ? അപ്പൊ കണ്ട കളറൊക്കെ എടുത്തിട്ട് മോത്തേക്ക് എടുത്തേക്കാ. ഇനിയിപ്പോ എന്താ ആസിഡൊക്കെ ഉണ്ടായില്ല. വായോ ആശുപത്രിക്ക് ഇങ്ങോട്ട്. എന്തൊരു കഷ്ടം നോക്കിയാ. മക്കളുടെ മുഖത്ത് തീ പൊള്ളിയതൊക്കെ പോയില്ല. ഇവന്താ പിന്തിരിഞ്ഞേക്കണേ? എന്റെ കർത്താവേ, തീ പൊള്ളലും പകർച്ചവ്യാധി ആയോ? അമ്പമ്പോ അമ്പട കേമ നല്ലങ്ങാടി ഇത് നല്ലങ്ങാടി അമ്പോ ഉപ്പും മുളകും കർപ്പൂരം വരെ കിട്ടണൊരങ്ങാടി അച്ഛനും അമ്മയും അല്ലാതെല്ലാം കിട്ടണൊരങ്ങാടി നാടാകെ പേരുള്ളങ്ങാടി പ്രാണ